ഹലോ മക്കളെ, അപ്പോൾ നമ്മളെല്ലാവരും ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ബോർഡ് എക്സാമിൻ്റെ ചൂടിലാണ്. അപ്പോൾ ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നമ്മുടെ കേരള എൻട്രൻസ് എക്സാമായ കീമിൻ്റെ പ്രിപ്പറേഷൻസും നടത്തുന്ന ദർശന അക്കാദമിയുടെ കീമസോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 3 ചാപ്റ്റേഴ്സാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത 3 ചാപ്റ്റേഴ്സാണ്. ലീനിയർ ഇൻഇക്വാളിറ്റീസ്, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ആൻഡ് സീക്വൻസസ് ആൻഡ് സീരീസ്. ഓക്കെ, അപ്പോൾ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് ഇയറിലെ ആണ് എന്നതുകൊണ്ടും സിമ്പിളാണ് എന്നതുകൊണ്ടും പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല എന്നതുകൊണ്ടും വെയിറ്റേജ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്സാമിൻ്റെ വെയിറ്റേജ് ഇതേ കൊടുത്തിരിക്കുന്നു. എല്ലാ സെഷനിലും അത്യാവശ്യം ചോദ്യങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഒരിടത്ത് മാത്രം, ഒരു സെഷനിൽ മാത്രം പെർമ്യൂട്ടേഷൻ ചോദിച്ചിട്ടില്ല, ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ബാക്കി എല്ലായിടത്തും എല്ലാ ക്വസ്റ്റ്യനും എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൽ സീക്വൻസ് ആൻഡ് സീരീസിൽ നിന്ന് ഈ 2 ക്വസ്റ്റ്യൻസ് വീതം 2 സെഷന് ചോദിച്ചിട്ടുണ്ട്. ലീനിയർ ഇൻഇക്വാളിറ്റീസും 2 സെഷന് 2 ചോദ്യങ്ങൾ വെച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. എന്നാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ലീനിയർ ഇൻഇക്വാളിറ്റി. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കുറേ റൂൾസ് പഠിക്കുന്നു. അത്രയും റൂൾസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലീനിയറിൻ്റെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ലീനിയറിൻ്റെ പ്രോബ്ലംസ് മാത്രമല്ല, ഇൻഇക്വാളിറ്റീസ് നമുക്ക് പല ചാപ്റ്റേഴ്സിലും ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലേ? വേറെ ചാപ്റ്റേഴ്സിലും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും അതിൻ്റെ കുറച്ച് റൂൾസും മാത്രം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് ലീനിയർ ഇൻഇക്വാളിറ്റി. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 4 റൂൾസ് നമുക്ക് പഠിക്കാം. എന്താണ്? അഡീഷൻ റൂൾ ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റി. അപ്പം ഇൻഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇക്വേഷൻ ഇല്ല, ഇക്വേഷൻ അല്ല, പകരം എന്താ? ഇൻഇക്വാളിറ്റിയാണ്. ഇൻഇക്വാളിറ്റി 4 എണ്ണം ഉണ്ട്. 1 ലെസ് ദാൻ ഉണ്ട്, 2 ഗ്രേറ്റർ ദാൻ ഉണ്ട്, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഈ 4 ഇൻഇക്വാളിറ്റി, ഈക്വൽ സൈൻ അല്ലാതെ ഈ 4 ഇൻഇക്വാളിറ്റീസും വരുന്ന നമ്മുടെ ഇക്വേഷൻസ് ആണ്, അല്ല ഇൻഇക്വേഷൻസ് ആണ് എന്താ? ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ, അതാണ് ലീനിയർ എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് വരുന്ന ഇൻഇക്വാളിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സൊല്യൂഷൻ നമ്മുടെ ഫസ്റ്റ് ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേരിയബിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ആ വേരിയബിളിൻ്റെ വാല്യൂ കാണുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സൊല്യൂഷൻ. ആ വേരിയബിളിൻ്റെ വാല്യൂ കാണുക. അപ്പോൾ ആ വേരിയബിളിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമുക്ക് അതിൻ്റെ കൂടെ കോഎഫിഷ്യൻസ്, വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും നമ്പേഴ്സ് കോൺസ്റ്റൻസ് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും, ഇല്ല ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി കോൺസ്റ്റൻസിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് വേരിയബിൾസിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്ന് സിംഗിൾ വേരിയബിളിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ പല ഓപ്പറേഷൻസ് നടത്തണം. നമ്മുടെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മുടെ കാൽക്കുലേഷൻസ് എന്താണ്? നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ് ആയ അൾജിബ്രായിക് ഓപ്പറേഷൻസ് ആയ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും സബ്ട്രാക്ഷനും ഡിവിഷനും ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇക്വേഷൻസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ല? ഇക്വേഷൻസ് ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്, നമുക്ക് വലിയൊരു കൺസേണിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇൻഇക്വാളിറ്റീസിലേക്ക് വരുമ്പോൾ ഇക്വേഷൻസ് നമ്മൾ ചെയ്യുന്നത് പോലെയല്ല മിക്കവാറും ചെയ്യുക, ഒരല്പമൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വ്യത്യാസം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കാം. അതിലെ ഫുൾ ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ആ റൂൾസാണ് നമ്മുടെ ഇവിടെ കൊടുത്തത്. അതിൻ്റെ ഫസ്റ്റ് അഡീഷൻ റൂൾ ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്. ഒരു ഇൻഇക്വാളിറ്റി അഡീഷൻ നടത്തുമ്പോൾ, കൂട്ടുമ്പോൾ എന്താണ് ചെയ്യുക? ഓക്കെ, അപ്പോൾ നോക്കാം വേണ്ടേ. ആസ് പെർ ദി അഡീഷൻ റൂൾ ഓഫ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്, ആഡിങ് ദ സെയിം നമ്പർ ടു ഈച്ച് സൈഡ് ഓഫ് ദി ഇൻഇക്വാളിറ്റി. അപ്പോൾ ഇൻഇക്വാളിറ്റിയുടെ 2 സൈഡിലും നമ്മൾ ഒരു സെയിം നമ്പർ, ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? ദ ഇൻഇക്വാളിറ്റി പ്രൊഡ്യൂസസ് ആൻ ഇക്വലൻറ്റ് ഇൻഇക്വാളിറ്റി. അതായത് വേറെ ഒരു ഇൻഇക്വാളിറ്റി ഫോം ചെയ്യും അല്ല, വേറെ ഒരു ഇൻഇക്വാളിറ്റി ഫോം ചെയ്യും. നമ്മൾ ഒരു ഇൻഇക്വാളിറ്റിയിലേക്ക് ഒരു ഫിക്സഡ് നമ്പർ 2 സൈഡിലും ആഡ് ചെയ്യുമ്പോൾ വേറെ ഒരു ഇൻഇക്വാളിറ്റി ഫോം ചെയ്യും. ദാറ്റ് ഈസ് ദ ഇൻഇക്വാളിറ്റി സിമ്പിൾ ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ വേറെ ഫോം ചെയ്യുന്ന ന്യൂ ഇൻഇക്വാളിറ്റിയിൽ സിമ്പിൾ ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താലും സൈൻ ചേഞ്ച് ഉണ്ടാവുന്നില്ല, അതായത് ഇൻഇക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. നോക്കാം, ഒരു എക്സാമ്പിൾ താഴെ ഒരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ദെൻ എക്സ് പ്ലസ് എ. ഇത് ഇൻഇക്വാളിറ്റിയാണ് അല്ലേ? ഇൻഇക്വാളിറ്റിയാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ. അത് ഇൻഇക്വാളിറ്റിയാണ്. അപ്പോൾ വേണ്ട ഈ ഇൻഇക്വാളിറ്റിയുടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ഇൻഇക്വാളിറ്റിയുടെ ഇതൊരു സൈഡാണ്, ഇത് രണ്ടാമത്തെ സൈഡാണ്. അപ്പോൾ ഈ 2 സൈഡിലും എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തു, എന്താ? എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തു.
അപ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യണം, അപ്പുറത്തും ആ കോൺസ്റ്റൻറ്റ് തന്നെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നിക്വാളിറ്റിയിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല, ദ സെയിം ഇന്നിക്വാളിറ്റി തന്നെയാണ് എഴുതേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആഡ് ചെയ്താൽ ഒരു പ്രശ്നമില്ല, രണ്ട് സൈഡിലും ആഡ് ചെയ്ത് വെറുതെ വെച്ചാൽ മതി. അപ്പോൾ ഇന്നിക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുക. ഇത് എച്ച് ലെസ് ദാൻ എ ആണെങ്കിലും അത് തന്നെ, വ്യത്യാസം ഒന്നും തന്നെയില്ല. അപ്പോൾ രണ്ടും ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, എച്ച് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ എച്ച് ലെസ് ദാൻ വൈ രണ്ടും ആണെങ്കിലും എ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇന്നിക്വാളിറ്റി ചേഞ്ച്ഡ് ആവുന്നില്ല. ലെസ് ദാൻ മാത്രമല്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാലും ഇതേ സെയിം റിസൾട്ട് തന്നെ, ഇന്നിക്വാളിറ്റി ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഓക്കെ, അടുത്തത് സബ്ട്രാക്ഷൻ റൂൾ. നമ്മുടെ മൈനസ് ചെയ്യുകയാണ്. സപ്പോസ് രണ്ട് ഇന്നിക്വാളിറ്റി, ഒരു ഇന്നിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മളൊരു കോൺസ്റ്റൻറ്റ്, രണ്ട് സൈഡിലും സെയിം കോൺസ്റ്റൻറ്റ് വെച്ച് മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ അവിടെയും എന്ത് സംഭവിക്കുന്നില്ല, ഇന്നിക്വാളിറ്റി സിമ്പൽ ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, അഡീഷന് പറഞ്ഞതുപോലെ തന്നെ ഇന്നിക്വാളിറ്റി സിമ്പിൾ ചേഞ്ച് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എച്ച് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ എച്ചിൽ നിന്ന് എ കുറയ്ക്കുന്നു, ഗ്രേറ്റർ ദാൻ വൈയിൽ നിന്നും എ കുറയ്ക്കുന്നു. ഇവിടെ സൈനിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഓക്കെ, സൈൻ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇനി അപ്പുറത്ത് എച്ച് ലെസ് ദാൻ പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിലും എന്താണ്, എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിലും ദിസ് ഇംപ്ലൈസ് എന്താണ്, എച്ച് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ മൈനസ് എ ആയിരിക്കും. രണ്ടും സെയിം തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പം അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും എന്ത് ചെയ്താലും എന്താണ് സംഭവിക്കുന്നില്ല, ഇന്നിക്വാളിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ എടുക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഈ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. എന്താണ്, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് ഇന്നിക്വാളിറ്റിയുടെ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് സംഭവിക്കുന്നില്ല, സൈൻ ചേഞ്ച് ഉണ്ടാവുന്നില്ല. സൈൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നിക്വാളിറ്റിയുടെ ഇന്നിക്വാളിറ്റി ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ ഇന്നിക്വാളിറ്റി ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്ന് വായിക്കാം. ആസ് പെർ ദി മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് ലീനിയർ ഇന്നിക്വാളിറ്റീസ്, മൾട്ടിപ്ലിക്കേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇന്നിക്വാളിറ്റി വിത്ത് എ പോസിറ്റീവ് നമ്പർ, അവിടെ ഒരു സാധനം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, വിത്ത് എ പോസിറ്റീവ് നമ്പർ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ഒന്നെങ്കിൽ പോസിറ്റീവ് ആകാൻ നെഗറ്റീവും ആവാം, ഇല്ലേ? നമുക്കൊരു കോൺസ്റ്റൻ്റ് മൈനസ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ പോസിറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ പോസിറ്റീവ് നമ്പർ വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ വേണ്ടേ ഓൾവേസ് പ്രൊഡ്യൂസസ് ആൻ ഇക്വലൻറ്റ് ഇന്നിക്വാളിറ്റി. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്നിക്വാളിറ്റി എന്താണ്, ഒരു ഇക്വലൻറ്റ് ഇന്നിക്വാളിറ്റി തന്നെയായിരിക്കും. ദാറ്റ് ഈസ് ദ ഇന്നിക്വാളിറ്റി സിമ്പിൾ ഡസ് നോട്ട് ചേഞ്ച്. അപ്പം അതിനൊരു പുതുമ നിങ്ങൾക്കില്ല, കാരണം നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനും ഇത് തന്നെയാണ് പറഞ്ഞത് അല്ലേ. അഡീഷൻ നടത്തിയാലും സബ്ട്രാക്ട് ചെയ്താലും ഇന്നിക്വാളിറ്റി സിമ്പലിൽ ചേഞ്ച് ഒന്നുമില്ല. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുക. എച്ച് ഗ്രേറ്റർ ദാൻ വൈ, എ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പറാണ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ, ഗ്രേറ്റർ ദാൻ 0. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എച്ച് ഇൻറ്റു എ, എച്ചും എ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ, വൈ ഇൻറ്റു എ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇന്നിക്വാളിറ്റി സിമ്പലിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അഡീഷൻ്റെ സബ്ട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഒരു ബി പാർട്ടുണ്ട്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തത് എന്താ, പോസിറ്റീവ് നമ്പർ എന്ന് സ്പെസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കൺസേൺ ഉണ്ട്. എന്താണ്, അവിടെ നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലേ അല്ലേ? നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും വ്യത്യാസം നോക്കാം. ഓൺ ദി അതർ ഹാൻഡ്, മൾട്ടിപ്ലിക്കേഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇന്നിക്വാളിറ്റി വിത്ത് എ നെഗറ്റീവ് നമ്പർ, എന്താണ്, നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇന്നിക്വാളിറ്റിയുടെ രണ്ട് സൈഡും നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡസ് നോട്ട് പ്രൊഡ്യൂസ് ആൻ ഇക്വലൻറ്റ് ഇന്നിക്വാളിറ്റി. എന്താണ്, ഡസ് നോട്ട് പ്രൊഡ്യൂസ്, എന്താണ്, ഇന്നിക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇന്നിക്വാളിറ്റി ഒരു ഇക്വലൻറ്റ് ഇന്നിക്വാളിറ്റി അല്ല എന്നാണ് പറയുക. കാരണം എന്താ സംഭവിക്കുക അവിടെ, equivalent inequality unless we also reverse the direction of the inequality symbol. അവിടെ എന്താണ്, നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്നിക്വാളിറ്റി സിമ്പൽ നേരെ റിവേഴ്സ് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, ഇക്വലൻ്റ് ആയിട്ടുള്ള ഇന്നിക്വാളിറ്റി നമുക്ക് കിട്ടുള്ളൂ. അതായത് എച്ച് ഗ്രേറ്റർ ദാൻ വൈ ആണ്, എച്ച് ഗ്രേറ്റർ ദാൻ വൈ ആണ് എങ്കിൽ എ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പറാണ്, എ എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പർ ആണ് എങ്കിൽ എച്ച് ഇൻറ്റു എ ലെസ് ദാൻ, ഇവിടെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ അത് എങ്ങോട്ട് മാറി, ലെസ് ദാൻ ആയിട്ട് മാറി, റിവേഴ്സ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ലെസ് ദാൻ ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറി.
അത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എങ്കിൽ നമുക്ക് രണ്ടൊരു എക്സാമ്പിൾ എടുക്കാം. സപ്പോസ് 2h ഇല്ല വേണ്ട, നമുക്കറിയാം നമ്മൾ രണ്ട് നമ്പർ എടുക്കുന്നു. 4 < 5 നമുക്കറിയാം, ശരിയല്ലേ? 4 < 5 ആണ്. 5 ആണ് ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ. സപ്പോസ് ഞാൻ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അതിന് -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. -1. അപ്പം -1 വെച്ച് 4നെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? -4 വരും അല്ലേ? ഇനി -1 വെച്ച് 5നെ മൾട്ടിപ്ലൈ ചെയ്താലോ? -5 വരും. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ഇന്നിക്വാളിറ്റി അതേപോലെ തന്നെ എഴുതിയാൽ ഇത് ശരിയാണോ എന്ന് നോക്കിയേ. ഇത് ശരിയാണ്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ്. പക്ഷേ സെക്കൻഡ് വൺ നോക്കിയേ, -5 -4നേക്കാട്ടിലും വലുതാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു നമ്പർ ലൈൻ വരച്ചതുകൊണ്ട് ഇത് 0 ആണ്, ഇത് -4 ആണ്, ഇത് -5 ആണ്. ഇതിലേതാ വലിയ നമ്പർ? നമ്മുടെ റൈറ്റിലേക്ക് പോകും തോറുമാണ് വലിയ നമ്പർ കിട്ടുക അല്ലേ? അപ്പോൾ -4 ആണ് വലുത്, ഇത് ചെറുതാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അനുസരിച്ച് -5 ആണ് വലുത്. ദിസ് ഇസ് റോങ് അല്ലേ? അപ്പോൾ നമ്മൾ മൈനസ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇന്നിക്വാളിറ്റി സെയിം ഇന്നിക്വാളിറ്റി എഴുതിയാൽ അത് ഇക്വലൻ്റ് ഇന്നിക്വാളിറ്റി ആവില്ല. മറിച്ച് എന്തും കൂടി ചെയ്യണം, ഈ സൈൻ റിവേഴ്സ് ചെയ്യണം. ദാറ്റ് ഈസ് -4 ഗ്രേറ്റർ ദാൻ -5 എന്ന് എഴുതണം. അതായത് ഇന്നിക്വാളിറ്റി നേരെ റിവേഴ്സ് ചെയ്താലേ എന്താവുള്ളൂ? ഇക്വലൻ്റ് ഇന്നിക്വാളിറ്റി കിട്ടുള്ളൂ എന്നാണ് പറയുക. ക്ലിയർ ആണോ? ഇപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ അത് എങ്ങോട്ട് ചേഞ്ച് ചെയ്യും? ഗ്രേറ്റർ ദാനിലേക്ക് ചേഞ്ച് ചെയ്യും. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാനിലേക്ക് ചേഞ്ച് ചെയ്യും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ അതെന്താവും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകും. അപ്പോൾ ഇങ്ങനെ സൈൻ റിവേഴ്സ് ചെയ്യും. എപ്പോഴാണ്? ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് നമ്മൾ ഇന്നിക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്താൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഡിവിഷൻ റൂൾ ഓഫ് ഇന്നിക്വാളിറ്റീസ്. ഡിവിഷൻ റൂളിലും ഇത് തന്നെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിച്ചതുപോലെ തന്നെ എന്താണ്? പോസിറ്റീവ് നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഇന്നിക്വാളിറ്റി കിട്ടുന്നത് ഒരു ഇക്വലൻ്റ് ഇന്നിക്വാളിറ്റി തന്നെ ആയിരിക്കും. അവിടെ സൈൻ റിവേഴ്സ് ചെയ്യുന്നില്ല. ഇന്നിക്വാളിറ്റി സിമ്പിൾ റിവേഴ്സ് ചെയ്യണ്ട. അതേപോലെ തന്നെ നേരെ ഓൺ ദി അതർ ഹാൻഡ് ദ ഡിവിഷൻ ഓഫ് ബോത്ത് സൈഡ്സ് ഓഫ് ആൻ ഇന്നിക്വാളിറ്റി വിത്ത് എ നെഗറ്റീവ് നമ്പർ ആണ് എങ്കിൽ പ്രൊഡ്യൂസസ് ആൻ ഇക്വലൻ്റ് ഇന്നിക്വാളിറ്റി. അത് എന്ത് ചെയ്യുന്നു? ഇക്വലൻ്റ് ഇന്നിക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്താണ്? സിമ്പിൾ റിവേഴ്സ് ചെയ്യണം. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എച്ച് ഡിവൈഡ് ഇല്ലെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ 1 ഇല്ലെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ 1 ഞാനൊരു -2 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. -2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇതിനെ -2 വെച്ച് ഡിവൈഡ് ചെയ്താൽ -1 വരും. ഇത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ -1/2 വരും. ഇതിലേതാണ് വലുത്? ഇതിൽ വലുത് -1/2 ആണ്. പക്ഷേ ഇത് കൊടുത്തിരിക്കുന്നത് നേരെ റോങ് ആണ്. അപ്പോൾ ഇതെന്ത് വരണം? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ -1/2 എന്ന് വരണം അല്ലേ? ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഇന്നിക്വാളിറ്റി വരുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇക്വേഷൻസിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ബേസിക് ഓപ്പറേഷൻസ്. ആ ബേസിക് ഓപ്പറേഷൻസിൽ രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ഒരു നെഗറ്റീവ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ നെഗറ്റീവ് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ സൈൻ റിവേഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിൾ റിവേഴ്സ് ചെയ്യണം. എങ്കിലേ ഇന്നിക്വാളിറ്റി കറക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടുകളാണ്. ഇഫ് മോഡ് എച്ച് ലെസ് ദാൻ എ ആണ് എങ്കിൽ, മോഡ് എച്ച് ലെസ് ദാൻ ഒരു കോൺസ്റ്റൻറ്റിനെക്കാട്ടിലും ചെറുതാണ് എങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ടാണ് -a ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എ. മോഡ് എച്ച് ലെസ് ദാൻ എ ആണെങ്കിൽ -a ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എ ആയിരിക്കും. ഇനി മോഡ് എച്ച് ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ എച്ച് ഗ്രേറ്റർ ദാൻ എ ഓർ എച്ച് ലെസ് ദാൻ -a ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകളും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു 80% ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കി നമ്മുടെ പ്രാക്ടീസ് കൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് 2h plus 3/5 ലെസ് ദാൻ 4h - 1/2. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എന്താണ് ഇന്നിക്വാളിറ്റി സിമ്പലിൻ്റെ സൈഡിലായിട്ട് രണ്ട് സൈഡിലും നമുക്ക് വേരിയബിൾസും ഉണ്ട് കോൺസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൈഡിൽ വേരിയബിൾസിനെ എല്ലാം കൊണ്ടുവരണം, ഒരു സൈഡിൽ കോൺസ്റ്റൻസിനെ എല്ലാം കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഇവിടെ ഡിവിഷൻ കിടപ്പുണ്ട്, അഡിയേഷൻ ചെയ്തൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്ത് കിടപ്പുണ്ട്, ഡിവൈഡ് ചെയ്ത് കിടപ്പുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തും കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡിവിഷനിൽ അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിനെ നമുക്ക് അവിടുന്ന് ഒഴിവാക്കാം. അവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ ഞാൻ വേണ്ടേ ഇവിടുന്ന് നമുക്ക് LHSലെ 5നെ ഒഴിവാക്കണമെങ്കിൽ അവിടെ 5 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ, 5 വെച്ച് മൾട്ടിപ്ലൈ. അപ്പോൾ 5 വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്നിക്വാളിറ്റിയുടെ ഇപ്പുറത്തും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ RHSൽ എന്താണ്, ഇവിടെ ഒരു 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി അപ്പോൾ ഇവിടുത്തെ 5 പോയി, ഇവിടെ ഒരു 5 വന്നു. ഇനി ഇവിടുത്തെ 2 പോകണമെങ്കിൽ എന്താ, 2 വെച്ചും കൂടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെയും ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പ്രാക്ടിക്കലി രണ്ട് സൈഡിൽ ഞാൻ തന്നെ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ഇൻറ്റു 2h + 3 > 4h - 1 ഇൻറ്റു 10/2/5. വേണ്ട 5ഉം 10ഉം കൂടി പോയാൽ വേണ്ടി ഇവിടെ 2 ആയി, ഇവിടെ 2ഉം 10ഉം കൂടി പോയാൽ ഇവിടെ 5 ആയി അല്ലേ. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 2 × 2h എന്ന് പറയുന്നത് 4h ആണ്, +2 × 3 6 ആണ്, ഇനി 4 × 5 20h ആണ്, -5 അല്ലേ. ഇത്രയും വന്നു. ഇനി നമ്മൾ ആ കോൺസ്റ്റൻസിനെ കളയാൻ എന്ത് ചെയ്യാണ്, ഞാനിവിടെ ഈ 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ഇല്ലെങ്കിൽ ഈ 5നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, 20 അവിടെ വയ്ക്കുന്നു. 20 അവിടെ വെച്ച് കഴിഞ്ഞാൽ 6 + 5 ഈ 4 അപ്പുറത്ത് പോയാൽ 20h - 4h അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 16h > 11 എന്ന് കിട്ടും. 16h > 11 എന്ന് കിട്ടും. ദാറ്റ് ഈസ് h > 11/16. h > 11/6 എന്ന അർത്ഥം. അതായത് നമ്മുടെ ഒരു നമ്പർ ലൈൻ വരച്ചു, അതായത് ഈ പോയിന്റ് 11/16 ആണ് എങ്കിൽ 11/16 ആണ് എങ്കിൽ എച്ചിൻ്റെ വാല്യൂ എന്താണ്, 11/16 ഗ്രേറ്റർ ആണ് എന്ന് പറഞ്ഞത്. ഇതിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അല്ല, അതായത് 11/6 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇത് ഹോളോ നോട്ടായിട്ട് ഇടുക. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ആണ് എച്ചിൻ്റെ വാല്യൂ പോവുക അല്ലേ. അപ്പം നമ്മൾ അതെങ്ങനെ എഴുതുക, എച്ചിൻ്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് h = ഓപ്പൺ ഇൻ്റർവൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ഓപ്പൺ ഇൻ്റർവൽ 11/16 എങ്ങോട്ട് വരെ പോകുന്നുണ്ട്, ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഓപ്പൺ ഇൻ്റർവൽ ഇൻഫിനിറ്റി, അതാണ് 11/6, ഇൻഫിനിറ്റി എച്ചിൻ്റെ വാല്യൂ. അപ്പം നമ്മൾ വേരിയബിൾസിനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഒരു സൈഡിൽ കൊണ്ടുവന്നു, അതുപോലെ തന്നെ കോൺസ്റ്റൻസിനെ മറു സൈഡിൽ കൊണ്ടുവന്നു. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതിൻ്റെ റേഞ്ച് എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ, സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് mod 3h + 2 < 1. മോഡുലസ് ഓഫ് 3h + 2 < 1. ഓക്കെ, മോഡുലസ് ഓഫ് 3h + 1. അപ്പം നമ്മൾ നേരത്തെ ഒരു റിസൾട്ട് പഠിച്ചു, mod h < 1a ആണ് എങ്കിൽ ദിസ് ഇംപ്ലൈസ് -a < h < a എന്ന് പഠിച്ചു അല്ലേ. നമ്മുടെ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ഉണ്ട്, ഇന്നിക്വാളിറ്റി ലെസ് ആണ്. ഇനി mod hൻ്റെ സ്ഥാനത്ത് 3h + 2 ഉണ്ട്. അപ്പോൾ നമ്മൾ വേണ്ട ഈ റിസൾട്ട് എഴുതി, a എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ -a എന്ന് പറയുന്നത് -1 ആയിരിക്കും അല്ലേ. ലെസ് h എന്ന് പറയുന്നത് 3h + 2 a എന്ന് പറയുന്ന 1 ആണ് അല്ലേ. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ നടുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, നടുക്ക് നമ്മൾ h മാത്രമാക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു 2 മൈനസ് ചെയ്തു. അപ്പോൾ നടുക്കൊരു 2 മൈനസ് ചെയ്താൽ അവിടെ 3h ആയി. ഇനി ഇന്നിക്വാളിറ്റിയുടെ ഇപ്പുറത്ത് 2 മൈനസ് ചെയ്താൽ ഇവിടെ -1 ആയി. ഇവിടെ എന്തായി, ഇവിടെ -1ൽ നിന്ന് വീണ്ടും 2 കുറച്ചാൽ -3 ആയി, ശരിയല്ലേ. ഇനി വീണ്ടും ഇവിടെ 3h കിടക്കുന്നു, അവിടെ h ആക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്തു. 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ അത് h ആയി, അപ്പോൾ -1/3 ആയി. ഇവിടെ എന്തായി, -3/3 എന്ന് പറയുന്നത് -1 ആയി അല്ലേ, -1 ആയി. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താ, ഇങ്ങനെ നമ്മുടെ നമ്പർ ലൈൻ വരച്ചാൽ ഇവിടെ -1 ഉണ്ട്, ഇവിടെ -1/3 ഉണ്ട് അല്ലേ. അപ്പം -1നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അതുപോലെ തന്നെ -1/3യെക്കാട്ടിലും ചെറുതാണ്. ഇത് രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുമില്ല അല്ലേ, ഓപ്പൺ ഇൻ്റർവലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഇസ് ഓപ്പൺ ഇൻ്റർവൽ -1 to -1/3. ഓപ്പൺ ഇൻ്റർവൽ -1 -1/3, വേണ്ട ഓപ്ഷൻ സി അല്ലേ, -1 -1/3. ക്ലിയർ ആണല്ലോ, ഈസി ആണല്ലോ, യെസ്. അപ്പം
രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇനിക്വാളിറ്റി. അപ്പോൾ നമ്മുടെ ആ റിസൾട്ടുകൾ പഠിച്ചാൽ, മോഡുലസിൻ്റെ റിസൾട്ടും നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസിൻ്റെയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. എവിടെ? നമ്മുടെ ലീനിയർ ഇനിക്വാളിറ്റീസ്. ഇനി അടുത്ത നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. അപ്പോൾ ഇവിടെ രണ്ട് ടോപ്പിക്കുകളുണ്ട് നമുക്കറിയാം അല്ലേ? പെർമ്യൂട്ടേഷനും ഉണ്ട്, അതുപോലെ തന്നെ കോമ്പിനേഷനും ഉണ്ട്. അപ്പോൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എന്താ? ലീനിയർ അറേഞ്ച്മെൻറ്റ്. എന്ത് അറേഞ്ച്മെൻ്റ് ആണ് എങ്കിലും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പെർമ്യൂട്ടേഷനാണ് അല്ലേ? അറേഞ്ച്മെൻറ്റ്സിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പെർമ്യൂട്ടേഷനാണ്. അതുപോലെ തന്നെ സെലക്ഷൻ ആണ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. സെലക്ഷൻ ആണെങ്കിൽ കോമ്പിനേഷൻ ആണ്, പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ പെർമ്യൂട്ടേഷൻ എവിടെയാണ്? ലീനിയർ അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ പെർമ്യൂട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് NPR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ, ദിസ് ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ആണ്. ഇവിടെ കോമ്പിനേഷൻ ആണെങ്കിൽ NCR ആണ്. NCR എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ ആണ്. അപ്പോൾ ഇത് രണ്ടും ആണ് നോക്കേണ്ടത്. അപ്പം ഇത് വളരെ പെർമ്യൂട്ടേഷൻ കുറച്ച് സിമ്പിളാണ്, കോമ്പിനേഷനും സിമ്പിളാണ്. നമുക്ക് ലോജിക്കലി നമുക്ക് കണക്റ്റ് ആയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല, ഇത്രയും രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. സെലക്ഷൻ ആണെങ്കിൽ കോമ്പിനേഷൻ ആണ്, അതുപോലെ തന്നെ ലീനിയർ അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ പെർമ്യൂട്ടേഷൻ ആണ്. അപ്പോൾ അത്രയും ഓർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഈ ഒരു സ്പെഷ്യൽ കേസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇതിന് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓർത്ത് വയ്ക്കുക. ദി നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ എ പോളിഗൺ. അതായത് പോളിഗൺ പല സൈഡ്സ് ഉണ്ട്. എത്ര? രണ്ടിൽ കൂടുതൽ സൈഡ്സ് ഉള്ള എല്ലാ ഇതിനെ നമ്മൾ പോളിഗൺ എന്ന് വിളിക്കുക. അപ്പോൾ പോളിഗണിന് ഏതോ ഒരു പോളിഗൺ അതിൻ്റെ ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ അതിന് 20 ഡയഗണൽസ് ഉണ്ടെന്നാണ് പറഞ്ഞു. 20 ഡയഗണൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കും ഇതെന്താ അങ്ങനെ വരുന്നത്? നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഡയഗണൽസാണ് ഉള്ളത്. അപ്പം എങ്ങനെയാണ്? അപ്പം 4 സൈഡുള്ളപ്പോൾ 2 ഡയഗണൽ. അപ്പം അങ്ങനെ വെച്ച് നമുക്ക് ലോജിക്കലി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. സപ്പോസ് ഇതൊരു പെൻറ്റഗൺ ആണെങ്കിൽ നോക്കിയാൽ ഡയഗണൽ എന്ന് പറയുമ്പോൾ നേട്ടെ ഇതൊരു ഡയഗണൽ 1, 2, ഇനി ഇവിടുന്ന് 3, 4, 5 അല്ലേ? പെൻറ്റഗൺ ആണെങ്കിൽ 5 ഡയഗണലായി അല്ലേ? 5 ഡയഗണൽ. ഇനി ഹെക്സഗൺ ആണെങ്കിലോ? ഹെക്സഗൺ ആണെങ്കിൽ നോക്കാം, 1, 2, 3, 4, 5, 6, 7, 8, 9. ഹെക്സഗൺ ആണെങ്കിൽ 9. അപ്പോൾ 6 സൈഡുള്ളപ്പോൾ 9 ഡയഗണലായി. അപ്പോൾ ഇതുപോലെ എന്തോ വ്യത്യാസം സംഭവിക്കുന്നുണ്ട് അല്ലേ? എന്തോ ഒരു വ്യത്യാസം സംഭവിക്കുന്നുണ്ട്. ദ നമ്പർ ഓഫ് ഡയഗണൽസ് ഇൻ എ പോളിഗൺ ഈസ് 20. ഇനി ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ, ആ പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് അത് ഏത് പോളിഗൺ ആണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നമ്പർ ഓഫ് സൈഡ്സും അതിൻ്റെ ഡയഗണൽസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പെർമ്യൂട്ടേഷനാണ്, നമ്മുടെ കോമ്പിനേഷൻ്റെ അകത്തു നിന്നുള്ളതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഡയഗണൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡയഗണൽ സൈഡ് റിലേഷൻ, ഡയഗണൽ സൈഡ് റിലേഷൻ. അതിൽ ഇഫ് n is the number of sides of a polygon, number of sides of a polygon, നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ. ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് n ആണ് എങ്കിൽ എന്താണ്? നമ്പർ ഓഫ് ഡയഗണൽസ് ഈസ് ഈക്വൽ ടു nc2 മൈനസ് n. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. nc2 മൈനസ് n. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്പർ ഓഫ് ഡയഗണൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഡയഗണൽസ് അത് നമുക്കറിയാം. നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ ഇക്വേഷൻ nc2 മൈനസ് n ആണ്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഓക്കെ, ഞാൻ വായിക്കുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഡയഗണൽസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഡയഗണൽസ് കണ്ടുപിടിക്കുന്നത് nc2 മൈനസ് n ആണ്. nc2 മൈനസ് n ആണ്. ഇത് എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? ദിസ് ഇസ് ഈക്വൽ ടു 20. 20 ഡയഗണൽസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് സൈഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് n-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് nc2 നമുക്കറിയാം എന്താ? ncr എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n-r ഫാക്ടോറിയൽ അല്ലേ? n-r ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n-2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയലാണ്. ദിസ് ഇസ് ഈക്വൽ ടു 20 ആണ്. അത് നമുക്ക് തന്നിട്ടുമുണ്ട്.
ഇനി എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ മക്കളെ? എൻ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ? എൻ മൈനസ് 2 ഫാക്ടോറിയൽ. അവിടെ കൊണ്ട് നമ്മൾ നിർത്തിയത് എന്താ? താഴെ ഒരു എൻ മൈനസ് 2 ഫാക്ടോറിയൽ ഉണ്ട്. രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ? ഇനി 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 2 ഇൻറ്റു 1 ആണ്. അത് 2 തന്നെയാണ്. നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്താൽ എന്താ? എൻ മൈനസ് 2ഉം ഈ എൻ മൈനസ് 2 ഫാക്ടോറിയലും ക്യാൻസൽ ആയി. ദിസ് ഇസ് ഈക്വൽ ടു 20 ആണ്. ഇനി ഈ 2 അപ്പുറത്തേക്ക് പോയാലോ? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു 40 വരും. എൻ ഇൻറ്റു എൻ മൈനസ് 1 എന്ന് പറയുന്നത് 40 ആണ്. നമ്മൾ എന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. എൻ മൈനസ് എൻ സോറി, ഇവിടെ ഒരു മൈനസും കൂടി ഉണ്ടല്ലോ. ഇവിടെ ഒരു എൻ മൈനസ് ചെയ്യുന്നുണ്ടല്ലേ? ഒരു എൻ പുറത്ത് മൈനസ് ചെയ്യുന്നുണ്ട്. മൈനസ് എൻ എന്താണ്? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് എൻ ഈസ് ഈക്വൽ ടു 40 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അല്ലേ, സോറി 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? 2 ഇവിടെ ഒരു കോമൺ ആയിട്ട് ഡിനോമിനേറ്ററിലാക്കി 2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് മാറ്റുവാണ്. 2 കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ എന്ത് വരും? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു സോറി മൈനസ് 2n ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 20 ആണ് അല്ലേ? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 മൈനസ് 2n ഈസ് ഈക്വൽ ടു 40. ഓക്കെ, നമുക്ക് അവിടെ നോക്കാം. എൻ ഇൻറ്റു എൻ എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്, മൈനസ് എൻ ആണ്. മൈനസ് 2n ഈസ് ഈക്വൽ ടു 40 ആണ് അല്ലേ? മൈനസ് 2n ഈസ് ഈക്വൽ ടു 40 ആണ്. അപ്പോൾ ഈ എന്നിൽ നിന്ന് 2n കുറച്ചാൽ എൻ സ്ക്വയർ മൈനസ് 3n ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും അല്ലേ? എൻ സ്ക്വയർ മൈനസ് 2n ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. അതെന്താണ്? എൻ സ്ക്വയർ മൈനസ് 3n മൈനസ് 40 ഈസ് ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. സോൾവ് ചെയ്താൽ മൈനസ് ബി എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 മൈനസ് 4ac 4 ഇൻറ്റു 1 ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 40 ആണ്. മൈനസ് 40 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 160 ആണ്. അപ്പം 9 പ്ലസ് 169 വരും ഡിവൈഡഡ് ബൈ 2. ദിസ് ഇസ് ഈക്വൽ ടു 3 പ്ലസ് 13/2 ഓർ 3 മൈനസ് 13/2. അപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പർ. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് അതാവില്ല അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇത് 16/2 ആണ്. ദാറ്റ് ഈസ് 8 എന്ന് വരും. അപ്പോൾ 8 ആണ് എന്നിൻ്റെ വാല്യൂ. 8 സൈഡുള്ള പോളിഗൺ ആണ് നമ്മുടെ ഇവിടെയുള്ള പോളിഗൺ. ഇവിടെയുള്ള പോളിഗൺ 8 സൈഡ് ഉണ്ട്. ദാറ്റ് ഈസ് ഒക്ടഗൺ ആയിരിക്കും അല്ലേ? ഒക്ടഗൺ ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 8 സൈഡുള്ള ഒരു പോളിഗൺ വരച്ചൊന്ന് വേണേൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 8 സൈഡ്സ് ഉണ്ട് അല്ലേ? ഞാൻ വേണ്ട വേറൊരു കളർ എടുത്ത് വരയ്ക്കാൻ പോവാണ്. വേണ്ട ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ വേണ്ട 1 2 3 4 5 ഡയഗണലായി. ഇനി അടുത്തത് ഇവിടെ നിന്നാണെങ്കിൽ 6 7 8 9 10 10ആയി. ഇനി അടുത്തത് 11 12 13 14. അടുത്തത് ഇവിടെ നിന്നാണെങ്കിൽ 15 16 17. ഇവിടുന്ന് 18 19. അടുത്ത് ഇവിടുന്ന് 20 അല്ലേ? ഇപ്പോൾ 20 ഡയഗണൽസ് ഉണ്ടായി. അതിൻ്റെ അകത്ത് വേറെ ഏതെങ്കിലും ഡയഗണൽ ഇനി വരയ്ക്കാനുണ്ടോ? ഇല്ല, 20 ഡയഗണൽസ്. അപ്പോൾ ഒക്ടഗൺ ആണെങ്കിൽ 8 സൈഡുള്ള പോളിഗൺ ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? 20 ആയിരിക്കും. അപ്പോൾ ആ ഫോമുല ഓർത്ത് വെച്ചുക. നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് പോളിഗൺസിൻ്റെ ഡയഗണൽ ഓഫ് ദി പോളിഗണും. ഓക്കെ, സൈഡ്സിൻ്റെയും നമ്പർ ഓഫ് പോളിഗൺ ഡയഗണലിൻ്റെയും റിലേഷൻ എന്ന് പറയുന്നത് NC2 മൈനസ് എന്താണ്? n ആണ്. NC2 മൈനസ് n. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The number of arrangements containing all the 7 letters of the word all right that begins with LG. അപ്പോൾ നമ്മൾ ഓൾ റൈറ്റ് എന്ന് പറയുന്ന ഒരു വേർഡിൽ LG വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മിച്ചമുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? മിച്ചമുള്ള ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? A ഉണ്ട്,
ആർ ഉണ്ട്, ഐ ഉണ്ട്, എച്ച് ഉണ്ട്, ടി ഉണ്ട് അല്ലേ? ഈ നമ്പേഴ്സ്, ഇത്രയും നമ്പേഴ്സ് ഉള്ളത്. അപ്പോൾ എൽ ജി അവിടെ ഫിക്സ്ഡ് ആയിട്ട് നിന്നു. എൽ ജി ഫസ്റ്റ് എൽ ജിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൽ ജി അവിടെ ഫിക്സ്ഡാണ്. എൽ ജിക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറാൻ പറ്റില്ല അല്ലേ? എൽ ജിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അറേഞ്ച്മെൻറ്റ്സും ഇല്ല. ബാക്കി എന്താണ്? ഈ 5 ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷഫിൾഡ് ആവുക. 5 ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾഡ് ആവുകയാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷഫിൾ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതെന്താണ്? സിമ്പിൾ എക്സാമ്പിളാണ്. ദാറ്റ് ഈസ് 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 5 ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലേ? 5 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താ? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 5 ഇൻറ്റു 4 20 ആണ്. 20 ഇൻറ്റു 3 20 ഇൻറ്റു 3 60 ആണ്. 60 ഇൻറ്റു 2 120 ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 120. ആൻസർ ഈസ് 120. സിമ്പിൾ അല്ലേ? പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനൊക്കെ ഇതുപോലെയുള്ളൂ, ഇത്രയേ ഉള്ളൂ. നമ്മളൊന്ന് ലോജിക്കലി നമുക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതും കീമിനൊക്കെ ചോദിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ദ നമ്പർ ഓഫ് വേസ് എ കമ്മിറ്റി ഓഫ് 4 people ക്യാൻ ബി ചോസൺ ഫ്രം എ പാനൽ ഓഫ് 10 people ഈസ്. ഓക്കെ, ഒരു പാനൽ 4 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയുടെ പാനലിലേക്ക് 10 പേരിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 10 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ഷൻ ആണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ചിന്തിക്കണം എന്താണ്? അത് കോമ്പിനേഷൻ ആണ് അല്ലേ? കോമ്പിനേഷൻ NCRുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പം NCR എന്ന് പറയുന്നത് ടോട്ടൽ നമ്പറാണ് n. നമുക്കവിടെ മൊത്തം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് n എന്ന് പറയുന്നത്. അതുപോലെ തന്നെ R എന്ന് പറയുന്നത് എന്താ? R എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള എത്രയാണോ ആ നമ്പറാണ് R. അപ്പോൾ NCR എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ എന്താ? 10 people ഉണ്ട്. 10 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 10C4. 10 പേരിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 10C4. അപ്പോൾ NCR എന്ന് പറയുന്നത് എന്താ? n ഫാക്ടോറിയൽ, അതായത് ഇവിടെ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? 10 മൈനസ് 4 ദ ഹോൾ ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് 4 ദ ഹോൾ ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആണ്. അപ്പം നമുക്ക് മുകളിലൊരു 6 ഫാക്ടോറിയലിലേക്ക് കൊണ്ടുവരാം. 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 കൂടി ഉണ്ട്. അതും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 6 ഫാക്ടോറിയൽ രണ്ടും ക്യാൻസലായി. ഈ 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 8, അത് ക്യാൻസലായി. ഈ 3 വേണ്ട 9 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 ആയി. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 7 ഇൻറ്റു 3. അതല്ലേ ഉള്ളൂ, മിച്ചമെല്ലാം പോയി. 6 ഫാക്ടോറിയൽ പോയി, 8 പോയി, 9ൻ്റെ 3 ആയി. താഴെ ഡിനോമിനേറ്ററിലൊന്നുമില്ല. ദിസ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 7 എന്ന് പറയുന്നത് 21 ആണ്. ഇൻറ്റു 10 എന്ന് പറയുന്നത് 210 ആണ്. ആൻസർ ഈസ് 210. ആൻസർ ഈസ് 210. സിമ്പിൾ അല്ലേ? ഈസി അല്ലേ? യെസ്. അടുത്ത ചോദ്യം. ദി നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി ഡിജിറ്റ്സ് 0, 2, 3, 5, 7. അപ്പോൾ നമ്മുടെ അവിടെ ഒരു 5 ഡിജിറ്റ് ഉണ്ട്. അവിടെ ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് റെപ്പറ്റീഷൻ അലൗഡ് ആണ്. നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ 5 ഡിജിറ്റ് നമ്പറിൽ നമുക്ക് 2 നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 2 ഒരിടത്ത് വരാം, ടെൻസിൻ്റെ പ്ലേസിൽ വരാം, ഇല്ലെങ്കിൽ ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ വരാം, ഇല്ല 1000ൻ്റെ പ്ലേസിൽ വരാം, ഇല്ല 10,000ൻ്റെ പ്ലേസിൽ വരാം. അപ്പം എത്ര 3 ഡിജിറ്റാ അല്ലേ? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ വരാം, ടെൻസിൻ്റെ പ്ലേസിൽ വരാം, അതുപോലെ തന്നെ വൺസിൻ്റെ പ്ലേസിലും വരാം. ഈ മൂന്നിടത്തും നമുക്ക് ഇപ്പോൾ 222 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് എടുക്കാം. 333 എടുക്കാം, ഇല്ല 332 എടുക്കാം, ഇല്ല 323 എടുക്കാം. അപ്പോൾ അവിടെ റിപ്പീറ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയാം. ഓക്കെ, ദ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി ഡിജിറ്റ് 0, 2, 3, 5, 7. ഇവിടെ നമ്മളൊന്ന് ലോജിക്കലി ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 3-digit നമ്പേഴ്സിൽ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ ടെൻസിൻ്റെ പൊസിഷൻ ഉണ്ട്, അതുപോലെ തന്നെ വൺസിൻ്റെ പൊസിഷൻ ഉണ്ട്. ഇനി ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് വരാൻ സാധ്യതയുള്ള 0 പറ്റുമോ? 0 ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിൽ വന്നാൽ 0, 2, 3 എന്ന് പറഞ്ഞാൽ ഇതെന്താ? ദിസ് ഈസ് ഈക്വൽ ടു 23. ഇത് 3 ഡിജിറ്റ് ആണോ? അല്ല, 2 ഡിജിറ്റ് ആയിപ്പോ. അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിൽ 0 വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നക്കാരാ അല്ലേ? അത് 3 ഡിജിറ്റ് മാറിപ്പോവും. അപ്പോൾ ഇവിടെ എന്തേ വരുള്ളൂ? നമുക്കിവിടെ 2 വരാം, 3 വരാം, 5 വരാം, 7 വരാം. അപ്പോൾ ഇവിടെ 4 പോസിബിലിറ്റിയാണ് ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനുള്ളത് അല്ലേ? അപ്പോൾ ഹൺഡ്രഡ്സിൻ്റെ പൊസിഷനിൽ 4 പോസിബിലിറ്റിയാണ്.
ടെൻസിൻ്റെ പൊസിഷനിൽ 0ക്ക് വരാം, 2ന് വരാം, 3ക്ക് വരാം, 5ന് വരാം, 7ന് വരാം. വൺസിൻ്റെ പൊസിഷനിലും 0 വരാം, 2 വരാം, 3 വരാം, 5 വരാം, 7 വരാം. ഇത് 5 ഉണ്ട്, ഇതും 5 ഉണ്ട്. അപ്പോൾ ടോട്ടൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ പോസിബിലിറ്റീസ് 100സിന് 4 വരാം, 4 ഇൻറ്റു അടുത്തത് ടെൻസിൻ്റെ പൊസിഷനിൽ 5 എണ്ണവും വരാം, അടുത്ത വൺസിൻ്റെ പൊസിഷനിലും 5 എണ്ണവും വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 5 20 ആണ്, 20 ഇൻറ്റു 5 100 ആണ്. അപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എത്രയായിരിക്കും? 100 ആണ്. ഫൈനൽ ആൻസർ 100 ആണ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ അല്ലേ? യെസ്. ഇപ്പോൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് എന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് വരിക. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. അപ്പോൾ ഇത് നമ്മുടെ ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ JEE എക്സാമിനൊക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. കീമിന് വളരെ സിമ്പിളായിട്ട് എന്നാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന, നമ്മുടെ എന്താണ് നമുക്ക് അത്യാവശ്യം നമുക്ക് ആലോചിച്ച് ഉത്തരം എഴുതാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഫോർമുലാസൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. 10ാം ക്ലാസ് മുതൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? നമ്മൾ 10ാം ക്ലാസ്സിൽ ഏത് പഠിച്ചു? നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു അല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം പഠിച്ചു. അതുപോലെ തന്നെ എന്തും കൂടി പഠിച്ചു, +1 കയറിയപ്പോൾ ജോമെട്രിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു. അപ്പോൾ കീമിന് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ കൂടുതലും ചോദിക്കുന്നത് നമ്മൾ മുമ്പേ കണ്ട വെയിറ്റേജിൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യനോ ഇല്ല 1 ക്വസ്റ്റ്യനോ ഒക്കെ ചോദിച്ചിട്ടുള്ളത് പോർഷൻസ് അല്ല, കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ജോമെട്രിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. ജോമെട്രിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചുരുക്കമായിട്ടാണ് ചോദിക്കാറുള്ളത്. മിക്കവാറും ചോദിക്കുന്നത് ജോമെട്രിക് പ്രോഗ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രോഗ്രഷൻസ് നമുക്ക് കമ്പൈൻ ചെയ്ത് ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ 2 പ്രോഗ്രഷൻസ് മറ്റേ ടൈമായിട്ട് നമുക്ക് ഗ്ലാൻസിൽ പഠിക്കണം. അരിത്തമെറ്റിക് പ്രോഗ്രഷനുണ്ട്, ജോമെട്രിക് പ്രോഗ്രഷനുണ്ട്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളും എല്ലാം പഠിക്കണം. അവിടെ നമുക്ക് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്, ഇവിടെ കോമൺ ഡിഫറൻസ് ഉള്ളപ്പോൾ ഇവിടെ കോമൺ റേഷ്യോ ആണ്. ഈ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് AN മൈനസ് AN-1 ആണ്. ഇവിടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് AN ഡിവൈഡഡ് ബൈ AN-1 ആണ് അല്ലേ? അപ്പോൾ 6 എന്നാണ് ഇത്. കോമൺ ഡിഫറൻസും കോമൺ റേഷ്യോ ആണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഒക്കെ കണ്ടുപിടിക്കുന്നതുണ്ടാവും. ആ 3 ടേമുകൾ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മൾ പഠിക്കുന്നതാണ് എന്താ പഠിക്കുന്നത്? സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദിസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d ആണിവിടെ, അല്ലെങ്കിൽ n/2 ഇൻറ്റു a പ്ലസ് AN എന്ന് പറയാം. ഈ 2 ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ SN എന്ന് പറയുന്നത് A ഇൻറ്റു r⁻n-1 ഡിവൈഡഡ് ബൈ r-1. ഇതെപ്പോഴാണ്? r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ഇനി A ഇൻറ്റു 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r, ഇത് r ലെസ് ദാൻ 1 ആണെങ്കിൽ. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇനി AN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. AN എന്ന് പറയുന്നത് A പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഇവിടെ AN എന്ന് പറയുന്നത് AR⁻n-1 ആണ് അല്ലേ? ഇനി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് GPക്കകത്ത് സെപ്പറേറ്റ് ആയിട്ട് S∞ കണ്ടുപിടിക്കണം. ഇൻഫിനിറ്റ് ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. S∞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഡിവൈഡഡ് ബൈ 1 - r. ഇതുപോലെയുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം GP ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ ചോദിക്കുക, മിക്കവാറും കീമിന് ഉള്ള ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് കാണാം. The 5th and 8th terms of a GP. ഓക്കെ, 5ാമത്തെ ടേമും 8ാമത്തെ ടേമും. അപ്പോൾ നമുക്കറിയാം GPയുടെ AN എന്ന് പറയുന്നത് AR⁻n-1 ആണ്. അപ്പോൾ ഇവിടെ A5 ആണ്. 5th ടേം തന്നിട്ടുണ്ട്. 5th ടേം എന്ന് പറയുന്നത് AR⁻5 - AR⁴ ആണ് അല്ലേ? AR⁴. ഇനി അതുപോലെ തന്നെ 8th ടേം എന്ന് പറയുന്നത് A8 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു AR⁻8 - 1 എന്ന് പറയുന്നത് 7 ആണ്. R ഏതാണെന്ന് തന്നിട്ടുണ്ട്. 5th ടേം എന്ന് പറയുന്നത് 1458. ഇനി 8th ടേം എന്ന് പറയുന്നത് 54 ആണ്.
ഓക്കെ, ഇനി ദ കോമൺ റേഷ്യോ ഓഫ് ദി ജി പി ഈസ്, കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള, ഇല്ല നമ്മൾ തൊട്ടടുത്ത നമ്പേഴ്സ് ആണെങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പം അല്ലേ. അതായത് എ എൻ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും, അല്ലെങ്കിൽ തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം കിട്ടും, ഫിഫ്ത്ത് ടേം ബൈ ഫോർത്ത് ടേം കിട്ടും. അടുത്ത കോൺസിക്യൂട്ടീവ് ടേംസ് ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ വളരെ കുറച്ച് ഡിസ്റ്റൻസിലുള്ള, ഇല്ലെങ്കിൽ കുറച്ച് ടേംസ് കഴിഞ്ഞിട്ടുള്ള, ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ള ടേംസ് തന്നിട്ട് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ചോദ്യം അത് ചോദിക്കും. അപ്പോൾ നമുക്ക് സിമ്പിളാണ്. നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, ഇല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള സൈസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം എന്താണ്, നമുക്ക് A8ഉം A5ഉം കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, വലിയ ടേമിൽ നിന്ന്, ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് വലിയ നമ്പർ ഇതാണ്, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് കുറയ്ക്കുക. എന്താ, ഫിഫ്ത്ത് ടേം A4 ആണ്, സെവൻത്ത് ടേം. ഓക്കെ, വലിയ ടേമിൽ നിന്ന് നമ്മൾ 6 കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ വലിയ ടേമിൽ നിന്ന് A6/7 A8 ഡിവൈഡഡ് ബൈ A5 ചെയ്യുക. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു AR/4. അപ്പോൾ അതേണ്ട എയും എയും ക്യാൻസലായി, R/4ഉം R/7ഉം ക്യാൻസലായത് ഇവിടെ R³ വരും. ദിസ് ഇസ് ഇംപ്ലൈസ് R³ ഈസ് ഈക്വൽ ടു എന്താണ്, 54 ഡിവൈഡഡ് ബൈ 1458. ഓക്കെ, 1458. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇത് 27 വരും. ഇതെത്ര വരും, 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 729 വരും. 729. ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്ര വരും, ഇത് 9 വരും. ഇവിടെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് വരിക, 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ 243 വരും. 243. വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇത് 3 വരും, ഇത് 81 വരും. വീണ്ടും 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ ഇത് 1 വരും, ഇത് 27 വരും. ദിസ് ഇസ് ഈക്വൽ ടു 1/27. ഓക്കെ, R³ എന്ന് പറയുന്നത് 1/27 ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്താ, ക്യൂബ് റൂട്ട് ഓഫ് 1/27. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. ആൻസർ ഈസ് 1/3. R കിട്ടുമല്ലോ, 1/3. ഓപ്ഷൻ 1 അല്ലേ. സിമ്പിൾ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് മാത്രം ഓർത്താൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്യുക. ജി പി ആണ് എങ്കിൽ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ടേംസ് ആണെങ്കിൽ ഡിവിഷൻ നോക്കിയാൽ മതി, ഡിവിഷൻ മാത്രമേ ഉള്ളൂ. എ പി ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക ചെയ്യും അല്ലേ. സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ജി പി ആണെങ്കിൽ ഡിവിഷൻ ആണ് നമ്മുടെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഫോർത്ത് ടേം ഓഫ് എ ജി പി, ഫോർത്ത് ടേം ഓഫ് എ ജി പി ഈസ് 32. അപ്പോൾ ഫോർത്ത് ടേം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് AR³ അല്ലേ. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ A4 ആണ്. അപ്പോൾ AN എന്ന് പറഞ്ഞാൽ n-1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, AR³ ഈസ് ഈക്വൽ ടു 32 തന്നിട്ടുണ്ട് അല്ലേ, 32. ഇനി ഹൂസ് കോമൺ റേഷ്യോ ഈസ് ഹാഫ് ഓഫ് ദി ഫസ്റ്റ് ടേം. അതായത് കോമൺ റേഷ്യോ R എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൻ്റെ ഹാഫ് 1/2 ഇൻറ്റു A ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ A എന്ന് പറയുന്നത് എന്താ, 2R ആണ്. ഈ 2 ഇപ്പുറത്തോട്ട് പോയാൽ 2R ആണ്. അപ്പോൾ നമുക്ക് വേണ്ടേ എയ്ക്ക് പകരം വേണ്ട ഈ 2R എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, AR³ ഈസ് ഈക്വൽ ടു, A എന്ന് പറയുന്നത് 2R ആണ്, ഇൻറ്റു R³ ഈസ് ഈക്വൽ ടു 32. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു R ഇൻറ്റു R³ എന്താ, R⁴ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 32 എന്ന് വരും. അപ്പോൾ R⁴ ഈസ് ഈക്വൽ ടു ഈ 2 അപ്പുറത്ത് പോയാൽ 32/2 16 എന്ന് വരും. അപ്പം R² ഈസ് ഈക്വൽ ടു 4, R ഈസ് ഈക്വൽ ടു 2. അപ്പോൾ R ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ, 15th ടേം ആണ്. 15th ടേം എന്ന് പറയുന്നത് AR⁴ ആണ്. AR⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നത് 2R ആണ്. അപ്പോൾ 2R ഇൻറ്റു R⁴ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു R⁵15 ആണ്. 2 ഇൻറ്റു R⁵15 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം 2 ആണ് അല്ലേ. ദിസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2⁵15. അപ്പോൾ 2 ഇൻറ്റു 2⁵15 എന്ന് പറഞ്ഞാൽ 2⁴16. ആൻസർ ഈസ് 2⁴16. ഓപ്ഷൻ ഡി. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിളാണ്. നമുക്ക് ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ജി പി ആണെങ്കിൽ ഓർത്തോളുക കോമൺ റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഷൻ ആണ്. അപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അതിൻ്റെ ടേം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാനും ഉള്ള ഒരു ലോജിക്ക്, ഒരു ആലോചന നമുക്കുണ്ടായാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, ദ സെക്കൻഡ് ടേം ഓഫ് എ ജി പി ഈസ് 1/2.
സെക്കൻഡ് ടേം ഓഫ് എ ജി പി ഈസ് 1/2. സെക്കൻഡ് ടേം ജി പിയുടെ സെക്കൻഡ് ടേം. അപ്പോൾ ഫസ്റ്റ് ടേം എ ആണ്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എ ആർ ആണ് അല്ലേ. സെക്കൻഡ് ടേം എ ആർ ആണ്. അപ്പോൾ എ ആർ ഈസ് ഈക്വൽ ടു എന്താ 1/2 എന്ന് കിട്ടി. എ ആർ ഈസ് ഈക്വൽ ടു 1/2. ഇഫ് ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 32. ആദ്യത്തെ 5 ടേമിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, നമുക്ക് വേറെ ഒരു രീതിയിൽ ഇതിനെ എഴുതാം. നമ്മളിതിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ 5 ടേമൊക്കെ എഴുതുമ്പോൾ നമ്മളെങ്ങനെ എഴുതുക, എ ആർ റേസ് ടു എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ്, എ ആർ റേസ് ടു 4, ഇത്രയാണ് എഴുതാം. ഓക്കെ, ഇതിനെ ഞാൻ നേരെ തിരിച്ച് ഇതിൻ്റെ നടുക്കത്തെ ടേമിന് പകരം എ എന്ന് എഴുതി. നടുക്കത്തെ ടേം എന്താണ്, എ എന്ന് എഴുതി. അടുത്ത ടേം എന്താ, എ ആർ എന്ന് എഴുതി. അപ്പോൾ ഇതിൻ്റെ പുറയിലുള്ള ടേം എന്താ, 6 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകും അല്ലേ. അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എ ആർ സ്ക്വയർ ആണ്. ഇതിൻ്റെ പുറയിലുള്ള ടേം എ ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. നോക്കിയാൽ ഇത് 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ഇൻറ്റു ആറാണ് എ ബൈ ആർ, ഇത് ഇൻറ്റു ആറാണ് എ, ഇത് ഇൻറ്റു ആറാണ് എ ആർ, ഇത് ഇൻറ്റു ആറാണ് എ ആർ സ്ക്വയർ അല്ലേ. 6 വെച്ച് കോമൺ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. സെയിം കാര്യം തന്നെ. അപ്പോൾ നമ്മൾ ഇതിന് പകരം ഈ റെപ്രസെൻറ്റേഷന് പകരം ഈ റെപ്രസെൻറ്റേഷൻ എടുക്കുന്നു. ഇനി പറഞ്ഞിരിക്കുകയാണ് ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 32. അതായത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 32 ആണെന്ന് പറഞ്ഞു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 32, മൾട്ടിപ്ലൈ ചെയ്താൽ 32 എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കിയേ, ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും ക്യാൻസലായി, ഈ ആറും ക്യാൻസലായി. അപ്പോൾ എന്താ, എ റേസ് ടു 5 എന്ന് പറയുന്നത് 32 ആണ്. എ റേസ് ടു 5 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താ, 32ൻ്റെ 5th റൂട്ട്, ദാറ്റ് ഈസ് 2. എ എന്ന് പറയുന്നത് 2 ആണ്. 2 റേസ് ടു 5 ആണ് 32 അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ എഴുതിയിരുന്ന ടേംസ് അനുസരിച്ച് എ ബൈ ആർ സ്ക്വയർ, അടുത്തത് സെക്കൻഡ് ടേമാണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/2 ആണ്. അടുത്തത് എ എന്ന് പറയുന്നത് 2 ആണ്. അടുത്തത് എ ആർ ആണ്, എ ആർ സ്ക്വയർ ആണ്. ഇങ്ങനെയാണ് ടേംസ് അല്ലേ. സെക്കൻഡ് ടേം ഓൾറെഡി ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 1/2. നമ്മൾ ഇതേണ്ട എ കണ്ടുപിടിച്ചു, 2 എന്നും കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോമൺ റേഷ്യോ ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് ടേംസ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഇത് തേർഡ് ടേം ആണ്. തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ 1/2 ചെയ്താൽ എന്ത് വരും, ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും, 4 എന്ന് വരും അല്ലേ. അപ്പോൾ 4 വെച്ച് മൾട്ടിപ്ലൈ, 1/2 ഇൻറ്റു 4 ആണ് 2 വരിക. അപ്പോൾ 4 വെച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2 ആണ് നമ്മുടെ ഇവിടുത്തെ കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ ഈസ് ഈക്വൽ 4 ആണ് കോമൺ റേഷ്യോ. സിമ്പിൾ അല്ലേ. കോമൺ റേഷ്യോ ഈസ് 4. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം നമ്മുടെ ഇങ്ങനെയുള്ള ഒരു റിലേഷൻ തരും. ചിലപ്പോൾ ചോദിക്കുന്ന ജി പി എന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, കൂടുതലായിട്ടും ചോദ്യങ്ങൾ പ്രോബ്ലംസ് വരുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ജി പിയിൽ നിന്ന് തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ എ പിയിൽ നിന്ന് ചോദ്യങ്ങൾ കുറവായിരിക്കും, പക്ഷേ സീക്വൻസ് ആയിട്ട് ചോദിക്കും. അതായത് ഏത് സീരീസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അത് ജി പി ആണെന്ന് പറയില്ല, ഇല്ലെങ്കിൽ എ പി ആണെന്ന് പറയില്ല. ചിലപ്പം സീക്വൻസേ ആയിരിക്കത്തുള്ളൂ, 2 പ്രോഗ്രഷൻസ് ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമില്ല. നമ്മുടെ ഒരു ജനറൽ ഫോം വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ടൊക്കെ ഉള്ളൂ ഒരു ചോദ്യങ്ങളായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യം നമുക്ക് അത് എന്താണ് എന്ന് നമുക്കറിയില്ല. അതായത് നമുക്ക് എന്താണ് ജി പി ആണെന്നോ എ പി ആണെന്നോ നമുക്കറിയില്ല. ഓക്കെ, നമ്മളുടെ ചോദ്യം ഇതാണ്. ഇഫ് A1 ഈസ് ഈക്വൽ ടു 3, A1 ഈസ് ഈക്വൽ ടു 3 ആൻഡ് AN ഈസ് ഈക്വൽ ടു AN-1, n ഇൻറ്റു AN-1. അപ്പം ഫസ്റ്റ് ടൈം A1 എന്ന് പറയുന്നത് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. A1 എന്ന് പറയുന്നത് 3 ആണ് എന്ന് തന്നിട്ടുണ്ട്. ഇനി അടുത്തത് AN ഒരു ജനറൽ ഫോം തന്നിരിക്കുകയാണ്. AN എന്ന് പറയുന്നത് n ഇൻറ്റു AN-1 ആണ്. n ഇൻറ്റു AN-1 ആണ്. അപ്പോൾ നമ്മൾ ഇതേണ്ട AN എന്ന് പറയുന്നത് 2 എടുക്കുന്നു. അപ്പോൾ അതായത് സെക്കൻഡ് ടേം എടുക്കുന്നു, A2. ഫസ്റ്റ് ടേം നമുക്ക് തന്നിട്ടുണ്ട്, സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട 6th ടേമാണ്. നമുക്കത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം A6 വേണമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് A6 ആണ് എങ്കിൽ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് തന്നെ 6 ആണ്. അപ്പോൾ അതേണ്ട ഈ ഇക്വേഷൻ 6 ഇൻറ്റു AN-1 എന്ന് പറഞ്ഞാൽ 6 - 1 A5 വരണം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, A5 കണ്ടുപിടിക്കണം. അപ്പോൾ A5 കിട്ടണമെങ്കിൽ ആര് വേണം, 5 ഇൻറ്റു A4 കണ്ടുപിടിക്കണം അല്ലേ. A4 എന്താണെന്ന് അറിയണം. അപ്പോൾ A4 കിട്ടണമെങ്കിൽ A3 എന്താണെന്ന് അറിയണം. A3 എന്താണെന്ന് അറിയണമെങ്കിൽ A2 അറിയണം. അപ്പോൾ നമ്മൾ ഇതേ ഓർഡറിന് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ, ആൻസർ കിട്ടുള്ളൂ അല്ലേ. നമുക്ക് നോക്കാം. A2 എന്ന് പറയുന്നത് എന്താ, n ഈസ് ഈക്വൽ ടു n ഇൻറ്റു ദാറ്റ് ഈസ് 2 ഇൻറ്റു AN-1 അതായത് A1 അല്ലേ. A1 എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും. ഇനി അടുത്തത് A3
A3 എന്താ? A3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു A2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും അല്ലേ? തൊട്ട് മുമ്പത്തെ ടൈമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് A4 കണ്ടുപിടിക്കണം. A4 ഈസ് ഈക്വൽ ടു എന്താ? A4 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു A3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു A3 18 ആണ്. 18 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 40 ആണ്. 4 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 32 ആണ്. 40 പ്ലസ് 32 72 വരും അല്ലേ? നമുക്കിവിടെ നോക്കിയേ, ഫസ്റ്റ് ടൈം A1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഒന്നെങ്കിൽ ഇത് ആഡ് ചെയ്ത് 3 വെച്ച് കൂട്ടി പോവാണോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. നമുക്ക് നോക്കാം. 3 വെച്ച് കൂട്ടിയാൽ 6, ഇനിയും 3 വെച്ച് കൂട്ടിയാൽ എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? നമുക്ക് വരേണ്ടിയിരുന്നത് 9 ആയിരുന്നു. പക്ഷേ ഇവിടെ 18, അപ്പോൾ കൂട്ടി പോവല്ല. ഇനി മൾട്ടിപ്ലൈ ചെയ്യാണോ നോക്കിയാലോ? ഇവിടെ 3 ഇൻറ്റു 2 ആണ് 6, ഇത് ഇൻറ്റു 3 ആണ് 18 അല്ലേ? ഇത് ഇൻറ്റു 2 അല്ല, അപ്പോൾ കോമൺ റേഷ്യോ അല്ല ഉള്ളത്. ഇത് ഇൻറ്റു നോക്കിയേ 18 ഗുണം 4 ആണ്, ഇൻറ്റു 4. അപ്പോൾ ഇത് ഇൻറ്റു ഉറപ്പായിട്ട്, അപ്പോൾ ഇതൊരു സീക്വൻസിൽ പോകുമ്പോൾ അതിന് ഇത് ഇൻറ്റു 5 ആയിരിക്കും അടുത്ത ടൈം വരിക. അപ്പോൾ ഇത് ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്താ? 72 ഇൻറ്റു 5 എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. A5 എന്ന് പറയുന്നത് 5 ഇൻറ്റു 72, ദാറ്റ് ഈസ് ഈക്വൽ ടു 360 അല്ലേ? ഇനി അടുത്തത് A6 എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എന്താ? 6 ഇൻറ്റു 360 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 2160. ഇത് ഇൻറ്റു 6 അല്ലേ? 2160 വരും. ഇതിൻ്റെ ഓപ്ഷൻ ഡി 2160. അപ്പോൾ ഇത് GPU അല്ല, APU അല്ല, വേറെ ഒരു സീക്വൻസ് അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടാവും. GPയിൽ നിന്ന് തന്നെ ചോദിക്കണമെന്നില്ല, പക്ഷേ APയിൽ നിന്നൊക്കെ കുറവായിരിക്കും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് APയിൽ നിന്ന് വരിക, അതിൽ നിന്നുള്ളത് കുറവായിരിക്കും. GP അല്ലെങ്കിൽ വേറെ ഒരു സീക്വൻസിൽ നിന്നുള്ള ചോദ്യമായിരിക്കും മിക്കവാറും നമ്മുടെ ചോദ്യങ്ങളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പം സീക്വൻസ് ആൻഡ് സീരീസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആ ഇക്വേഷൻസും കാര്യങ്ങളും മാത്രം ഓർത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ ഈ 3 ചാപ്റ്ററും അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. അതുപോലെ തന്നെ ബോർഡ് എക്സാമിനാണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള 3 ചാപ്റ്റേഴ്സാണ്. സിമ്പിളായിട്ട് പ്രീ പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ ആദ്യം പറഞ്ഞതുപോലെ മുൻപരിചയം ഇല്ലെങ്കിൽ വേറെ പല ചാപ്റ്റേഴ്സ് പഠിച്ചാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്കിപ്പം വിചാരിച്ചാൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്കൊന്നും അറിയില്ല എങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്താലും പഠിക്കാൻ പറ്റിയ 3 ചാപ്റ്റേഴ്സാണ് ലീനിയർ ഇൻഇക്വാളിറ്റീസ്, പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ആൻഡ് സീക്വൻസ് ആൻഡ് സീരീസ്. ബോർഡ് എക്സാമിനും കീം എക്സാമിനും നല്ലപോലെ ഉപകാരപ്പെടുന്ന അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ബോർഡ് എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ കേരള എൻട്രൻസ് എക്സാമിനും. അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ എക്സാമും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല റിസൾട്ടിലേക്ക് വരിക. ഓൾ ദി ബെസ്റ്റ്.